സ്നേഹമുള്ളവരെ, നമുക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ മറ്റം ഇടവകയിലെ ജോൺസൺ കാക്കശ്ശേരി വചനജ്വാല എന്ന വീഡിയോ എല്ലാ ദിവസവും മുടങ്ങാതെ ജനങ്ങളുടെ ആത്മീയമായ വളർച്ചയ്ക്കും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിനും വേണ്ടി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഈ 27-ാം തീയതി അതിൻ്റെ 1000-ാമത്തെ എപ്പിസോഡ് ആവുകയാണ്. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സഹായമില്ലാതെ, അനുഗ്രഹമില്ലാതെ, കൃപയില്ലാതെ, ഒരു മുടക്കവും വരാതെ 1000 വചനജ്വാല ഇറക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യം. നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ ഇടവകയുടെ ഒരു മകനായ ജോൺസൺ കാക്കശ്ശേരിയെ ദൈവം അതുപോലെ അനുഗ്രഹിച്ചു. ജോൺസണിലൂടെ എത്രമാത്രം ആളുകളാണ് അപ്പോൾ വചനം കേട്ടിട്ടുള്ളത്. ഇത് തുടരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളും ജോൺസനെ എട്ടത്തെ പിതാവിനും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ വചനജ്വാല ശ്രമിക്കുന്ന എല്ലാവരിലും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ശക്തമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും പ്രിയമുള്ളവരെ, വചനജ്വാല 1000 ദിനങ്ങൾ പിന്നിട്ടതിന്റെ ആഘോഷം മറ്റം മോറിയ പ്രാർത്ഥന കൂട്ടായ്മയിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. മോറിയ കൂട്ടായ്മ ലീഡർ ആന്റണി ചിറമൽ എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചു. വികാരി വെരി റവറൻ ഫാദർ ഡോക്ടർ ഷാജു ഊക്കൻ മുഖ്യപ്രഭാഷണം നടത്തുകയും കേക്ക് മുറിച്ച് ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. അസിസ്റ്റന്റ് വികാരി റവറൻ ഫാദർ ജോയൽ ചിറമൽ CMI അനുഗ്രഹ പ്രഭാഷണം നടത്തി. ജെയ്സൺ ചിറമൽ, രാജു കാക്കശ്ശേരി എന്നിവർ ആശംസ പറഞ്ഞു. CP ശാന്തൻ ചടങ്ങിന് നേതൃത്വം നൽകി. ജോൺസൺ കാക്കശ്ശേരി വികാരി അച്ഛനും കൊച്ചച്ഛനും മോറിയ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും, ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞു. പ്രിയമുള്ളവരെ, വചനജ്വാല ഇന്ന് 1000 ദിനങ്ങൾ പിന്നിടുകയാണ്. നിറഞ്ഞ സന്തോഷത്തോടെ, അതിലേറെ അഭിമാനത്തോടെ ഈ പുലർക്കാലത്ത് ഞാൻ നിങ്ങളുടെ മുന്നിലായിരിക്കുകയാണ്. ആദ്യമായി ദൈവത്തിന് നന്ദി പറയുന്നു. ഒരു മുടക്കവും കൂടാതെ 1000 പുലർക്കാലങ്ങളിൽ ദൈവത്തിന്റെ വചനം അനുദിന വിശുദ്ധരെ കൂടി ഓർത്തുകൊണ്ട് അവരുടെ മധ്യസ്ഥം യാചിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞതിന് 2021 സെപ്റ്റംബർ 1-ാം തീയതി ദൈവമാതാവിന്റെ ജനന തിരുനാളിന് ഒരുക്കമായ 8 നോമ്പിനോടനുബന്ധിച്ച് ആരംഭിച്ച ഈ വചനജ്വാലയിലൂടെ ദൈവവചനം സ്വീകരിക്കാൻ നിങ്ങൾ ഓരോരുത്തരും കാണിക്കുന്ന നല്ല മനസ്സിനെ നന്ദിയോടെ ഓർക്കുന്നു. ഓരോ ദിവസവും വാട്സപ്പിലൂടെയും യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും അനേകരിൽ നിന്ന് അനേകരിലേക്ക് ദൈവവചനം ഒഴുകിയിറങ്ങി അവരിൽ പരിശുദ്ധാത്മാവ് നിറയാൻ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. 1000ന്റെ നിറവിൽ നിൽക്കുന്ന വചനജ്വാലയ്ക്ക് ശ്ലൈഹിക കൈവെപ്പ് വഴി അനുഗ്രഹം പകർന്ന അഭിവന്ദ്യ ഫ്രാങ്കോ മുളയ്ക്കൽ പിതാവിനും 1000 എപ്പിസോഡ് പൂർത്തിയാകുന്ന ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ഞങ്ങളുടെ വികാരി അച്ഛൻ വെരി റവറൻ ഡോക്ടർ ഷാജു ഊക്കൽ അച്ഛനോടും വചനജ്വാലയ്ക്ക് ആശംസകൾ നേർന്ന ഞങ്ങളുടെ കൊച്ചച്ഛൻ റവറൻ ഫാദർ ജോയൽ ചിറമൽ അച്ഛനും മറ്റം മോറിയ പ്രാർത്ഥന കൂട്ടായ്മയിലെ എല്ലാ അംഗങ്ങളോടും പ്രത്യേകമായി
നിങ്ങൾ ഓരോരുത്തരോടും വചനജ്വാലയുടെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഇന്നത്തെ ഈ സുപ്രഭാതത്തിലേക്ക്, വചനജ്വാലയുടെ 1000 എപ്പിസോഡ് പൂർത്തിയാകുന്ന ഈ സുന്ദര മുഹൂർത്തത്തിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് മെയ് 27 തിങ്കളാഴ്ച, മാതാവിന്റെ മെയ് മാസ വണക്കം 27ാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ മെത്രാനായ കാന്റർബറിയിലെ വിശുദ്ധ അഗസ്റ്റിനെ അനുസ്മരിക്കുന്ന ദിവസമാണ്. ഇംഗ്ലണ്ടിലെ അപ്പസ്തോലനും കാന്റർബറിയിലെ പ്രഥമ ആർച്ച് ബിഷപ്പുമായിരുന്നു അഗസ്റ്റിൻ. വിശുദ്ധ ആൻഡ്രുവിന്റെ ആശ്രമത്തിൽ നിന്നും 30 പേരെ കൂട്ടി ക്രൂരന്മാരും കാട്ടുജാതിക്കാരുമായ ഇംഗ്ലണ്ടിലെ അംഗ്ലിക്കാരുടെ അടുത്തേക്ക് അയച്ചപ്പോൾ, തിരികെ പോരാൻ തുനിഞ്ഞപ്പോൾ തീഷ്ണമതിയായ ഗ്രിഗറി ദൈവനാമത്തിൽ മുന്നോട്ടു പോകുക, കഷ്ടതകൾ എത്ര കണ്ട് കൂടുന്നുവോ അത്ര കണ്ട് വിശിഷ്ടമായിരിക്കും കിരീടം എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തി. അപ്പോൾ സധൈര്യം ഇംഗ്ലണ്ടിനെ വിജയപഥത്തിലെത്തിച്ചു. ധാരാളം ആളുകൾ മാനസാന്തരപ്പെട്ടു. തുടർന്ന് അദ്ദേഹം മെത്രാനാവുകയും തുടർന്ന് ആർച്ച് ബിഷപ്പാകുകയും ചെയ്തു. 8 കൊല്ലത്തെ കഠിന പ്രയത്നങ്ങൾക്കൊടുവിൽ അദ്ദേഹം ഈ ലോകത്തു നിന്ന് യാത്രയായി. നമ്മൾ ഇന്നത്തെ വചനവായനയിലേക്ക് പ്രവേശിക്കുന്നു. തോബിത്തിന്റെ പുസ്തകം 13ാം അധ്യായം 7 മുതലുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ഞാൻ എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, സ്വർഗത്തിന്റെ രാജാവിനെ എന്റെ ആത്മാവ് പുകഴ്ത്തുന്നു. അവിടുത്തെ അഭാവത്തിൽ, അവിടുത്തെ പ്രഭാവത്തിൽ ഞാൻ ആനന്ദം കൊള്ളുന്നു. എല്ലാ മനുഷ്യരും അവിടുത്തെ പ്രകീർത്തിക്കട്ടെ. ജെറൂസലേമിൽ അവിടുത്തേക്ക് കൃതജ്ഞത അർപ്പിക്കട്ടെ. വിശുദ്ധ നഗരമായ ജെറൂസലേമേ, നിന്റെ പുത്രന്മാരുടെ പ്രവൃത്തികൾ നിമിത്തം അവിടുന്ന് നിന്നെ പീഡിപ്പിക്കും. നീതിനിഷ്ഠരമായ മക്കളുടെ മേൽ അവിടുന്ന് വീണ്ടും കരുണ ചൊരിയും. കർത്താവിന് യഥായോഗ്യം കൃതജ്ഞത അർപ്പിക്കുവിൻ. യുഗങ്ങളുടെ രാജാവിനെ സ്തുതിക്കുവിൻ. അവിടുത്തെ കൂടാരം നിങ്ങൾക്ക് വേണ്ടി സന്തോഷത്തോടെ ഉയർത്തപ്പെടട്ടെ. അവിടുന്ന് നിങ്ങളുടെ പ്രവാസികൾക്ക് സന്തോഷം പകരട്ടെ. ദുഃഖിതരുടെ മേൽ അവിടുത്തെ സ്നേഹം തലമുറകളോളം എന്നേക്കും ചൊരിയട്ടെ. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രത്യേകമായി എല്ലാ മഹത്വവും ദൈവത്തിന് സമർപ്പിക്കുന്നു. വചനജ്വാല 1000 എപ്പിസോഡ് പിന്നിടുമ്പോൾ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ വചനവായനയിൽ ആദ്യത്തെ വാചകം ഞാൻ എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്നാണ്. എല്ലാവരെയും ദൈവത്തിന്റെ മുമ്പിലെ മഹത്വപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു.